മാണി വിഭാഗം BJP-യിലേക്കെന്ന് സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇന്നലെ ജോസ് കെ മാണി കൃത്യമായി എനിക്ക് തോന്നുന്നു കൗമുദിക്കാണെന്ന് തോന്നുന്നു കൊടുത്ത ഇന്റർവ്യൂവിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, BJP-യിലേക്ക് പോകാറായിട്ടില്ല, സമയമാകുന്നേ ഉള്ളൂ. അതിന് ഓരോരോ പടി കയറണമല്ലോ. അത് പിന്നെ ജോസ് കെ മാണി മാത്രമല്ല, പല LDF-ലും UDF-ലുമുള്ള പല ഘടകകക്ഷികളും ഒടുവിൽ BJP-യിലെത്തും. കാരണം ഈ രണ്ട് മുന്നണികൾ കേരളത്തിൽ ഇല്ലാതായി വരും, അത് ഉറപ്പായ കാര്യമാണ്. അത് 2031 അത്തരത്തിലൊരു ചിത്രം ഉണ്ടാകും. ഇപ്പം ജോസ് കെ മാണിയുടെ കാര്യത്തിൽ സംശയം വരാൻ എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ജോസ് കെ മാണി 2016 UDF-ൽ നിന്നതാണ്. 2021 ജോസ് കെ മാണി മനസ്സിലാക്കുന്നു, അതായത് കേരള കോൺഗ്രസ് ഇനിയും UDF-ൽ നിന്നാൽ ശരിയാകത്തില്ല, ഭരണം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതിനിടയ്ക്ക് അവിടെ ചില കശപിശയൊക്കെ ഉണ്ടായി. അവിടുന്ന് അവർ ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്നു. സ്വയം ഇറങ്ങിപ്പോയതാണ്, ആരും പുറകെ വിളിച്ചില്ല. അയ്യോ ജോസ് കെ മാണി പോവല്ലേ എന്ന് പറഞ്ഞ് പിന്നാലെ ചെന്നുമില്ല. അവിടുന്ന് ഇറങ്ങിയപ്പോൾ അവിടുന്ന് കൊടുത്ത പട്ടമൊക്കെ തിരിച്ച് അവിടെ ഊരി വെച്ചിട്ട് പോരുകയും ചെയ്തു. ഒരു രാജ്യസഭാ സീറ്റ് ഉണ്ടായിരുന്നു, അതങ്ങ് തിരിച്ചു പോകും. പിന്നീട് LDF വന്നപ്പം പാലയിൽ തോറ്റു, പിന്നീട് രാജ്യസഭാ സീറ്റ് കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ പോകുമോ, ജോസ് കെ മാണി അങ്ങോട്ട് ചാടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ സംശയം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, കേരള രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഉണ്ട്. പണ്ട് KM മാണി പറഞ്ഞിട്ടുണ്ട്, കേരള കോൺഗ്രസ് എന്ന സുന്ദരിയുടെ പിന്നാലെ ഇങ്ങനെ പലരും നടക്കുമെന്ന്. കേരള കോൺഗ്രസ് ഇല്ലാതൊരു ഭരണമില്ല കേരളത്തിൽ. ഇപ്പം UDF-ൻ്റെ കൂടെ ജോസഫ് വിഭാഗമുണ്ട്, ജേക്കബ് ഉണ്ട്. ജേക്കബ് ഒന്നേ ഉള്ളൂ, ഒരു സീറ്റേ ഉള്ളൂ. പിന്നെ ജോസഫാണ് പ്രധാനം. ഇപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗം മാണിയുടെ. പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്. പിന്നീട് നമ്മുടെ ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് B. പിന്നീട് UDF-ല് മാണി സി കാപ്പനും ഉണ്ട്, പാലയിൽ നിന്ന് ജയിച്ച. ഇതെല്ലാം ഒറ്റയാൾ പട്ടാളങ്ങളാണ്. അപ്പം അങ്ങനെ ഈ കേരള കോൺഗ്രസ് അങ്ങ് നമ്മൾ പറയാറില്ലേ, കേരള കോൺഗ്രസ് ആണ് പിളർന്നാലേ പറ്റുകയുള്ളൂ, അല്ലേ? പിളരും തോറും അല്ലേ, വളരും തോറും പിളരും എന്നുള്ളൊരു പാർട്ടിയാണ്. കേരള കോൺഗ്രസ് അല്ലേ പിളരാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് വേണമെങ്കിൽ ഒരു കവിതയിലെ കവിവാക്യം നമുക്ക് കടമെടുത്ത് പറയേണ്ടി വരും. കേരള കോൺഗ്രസ് പിളർന്നാലൊന്നും നമുക്ക് അതിശയിക്കേണ്ട കാര്യമില്ല. ഇപ്പം ജോസ് കെ മാണി വിഭാഗം 2026 UDF-ലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വെച്ചുകൊണ്ടാണ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജോസ് കെ മാണി പറഞ്ഞത്, ചവിട്ടി പുറത്താക്കിയതാണ്, അങ്ങോട്ടേക്ക് പോകില്ല. പോകാൻ ഇനിയും സമയമുണ്ട്, പോകും. കാരണം ഇവിടെ ഈ നിലമ്പൂർ പ്രശ്നത്തിൽ CPM-ന്റെ തോൽവിയിലാണ് ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നത്. കാരണം നിലമ്പൂരിൽ ഒരു കനത്ത അടി CPM-ന് കിട്ടിയിരിക്കുകയാണ്. അവിടുന്ന് UDF ഫുൾ ടാങ്ക് ഇന്ധനം അടിച്ച് മുന്നോട്ട് പോവുകയാണ്. നല്ലൊരു മൈലേജ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ 26 അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ വരണം എന്നുള്ള രീതിയിൽ. എന്തായാലും ഈ ജോസ് കെ മാണി ഇപ്പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ലീഗ് മുൻകൈ എടുത്തതാണ്. അത് ഉറപ്പായ കാര്യമാണ്. അത് കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ബഹളമില്ലാതെ കാര്യങ്ങൾ നടത്താനും സമർത്ഥനാണ്. ഇപ്പം നിലമ്പൂരിലെ വിജയത്തിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗാണ്. കുഞ്ഞാലിക്കുട്ടി അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം എന്താണെന്നറിയാമോ? 2026 അധികാരത്തിൽ വരണം, ഇല്ലെങ്കിൽ ഈ ലീഗ് എന്ന് പറയുന്ന ആ കുടുംബം മൊത്തത്തിൽ ഭ്രാന്തളകുമെന്നുള്ളതാണ്. ഒരു പാർട്ടി മുഴുവൻ അധികാരത്തിൽ വരാതെ ഭ്രാന്ത് പിടിച്ചു പോകുന്നു എന്നുള്ള ഒരു ചരിത്രം കേരള രാഷ്ട്രീയത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. അത് ലീഗാണ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടി നടത്തിയ ഒരു തയ്യാറെടുപ്പാണ് ഈ നിലമ്പൂരിൽ കണ്ടത്. ഇനി അതുപോലെ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ജോസ് കെ മാണി പറയുന്നത് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല, നടന്നിട്ടുണ്ട്. UDF കുറച്ചുകൂടി വിപുലീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിലമ്പൂര് തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് ഒരു ആവശ്യമുണ്ട്.
അപ്പൊ ആ ഒരു ആവശ്യത്തിൽ അടുത്തത് 2026 പിടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ UDF വിപുലീകരിക്കുമ്പോൾ പല ഈ പറഞ്ഞ ഘടകകക്ഷികളും ഇത്തരത്തിൽ UDF-നോട് ചേരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ജോസ് കെ മാണി വിഭാഗവും ഗണേഷും കോൺഗ്രസ് ബിയും ചിലപ്പോൾ CPM-ൽ തന്നെ തുടരുകയല്ലേ? ഗണേഷ് പിന്നെ അവിടെ LDF-ൽ തന്നെ തുടരും. പക്ഷെ ജോസ് കെ മാണി വിഭാഗം ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതിന് ഇനി അല്പസമയം കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ പഞ്ചായത്ത് കോൺഗ്രസിലോട്ട് പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം. കോൺഗ്രസിൽ അത് ഞാൻ ചോദിച്ചോട്ടെ, അതിപ്പോ പോകുന്നവരൊക്കെ നേരത്തെ നമ്മളെടുത്ത് പറയത്തില്ല. പത്മജ BJP-യിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് പറഞ്ഞ ഞാൻ കോൺഗ്രസ്സുകാരിയാണ് എന്നാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാം നടുക്കിക്കൊണ്ട് BJP-യിലേക്ക് പോയത്. ഇവിടെ നോക്കിക്കോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയും പഞ്ചായത്തില് അതിന് മുന്നോടിയായിട്ട് കയറിയെങ്കിലല്ല അവർക്കും അത് പ്രയോജനമായിട്ട് വരും. 8-9 മാസം നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന്. ഇതിനിടയ്ക്ക് ഈ ചാണക്യൻ പിണറായി വിജയൻ എന്തെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിക്കും എന്നുള്ളത് നോക്കണം. അല്ല, അത് മണി വിഭാഗം പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടുന്ന പദവികൾ LDF-ൽ നൽകിയിട്ട് CPM നൽകിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ പറയുന്നുണ്ട്. ജോസ് കെ മാണി LDF-ൽ അതൃപ്തനാണ്. പക്ഷേ UDF-ലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നേരെ അങ്ങ് ചാടി പോവുകയല്ല. അതിൻ്റെതായ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള പരിഗണനയായിരിക്കും കിട്ടുന്നത്, എത്ര സീറ്റ് കിട്ടും. അൻവർ ഇപ്പം ചെന്ന് ചാടാൻ കയറി ഇപ്പൊ അങ്ങ് എടുക്കും, അൻവറിന് എന്തോ വലിയ ഇത് കൊടുക്കും എന്നൊക്കെ വലിയ പ്രതീക്ഷയോടെ ഇരുന്ന് അൻവറിനെ അടിച്ചിടുകയാണ് ചെയ്തത്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അടിച്ചിടുകയാണ് ചെയ്തത്. അൻവറിനെ മൈൻഡ് പോലും ചെയ്തില്ല. അപ്പൊ ആ ഒരു ഭയം ഒരു പക്ഷേ ഇവർക്കൊക്കെ കാണില്ലേ? അല്ല, എത്ര സീറ്റ് കൊടുക്കും, അതുപോലെ തന്നെ ജോസ് കെ മാണിക്ക് കൊടുക്കുന്ന സീറ്റ് എത്രത്തോളം സേഫ് ആയിരിക്കും. അത് നേരത്തെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. തിരുവമ്പാടി മണ്ഡലം തരാം, തിരുവമ്പാടി ലീഗിൻ്റെതാണ്. പക്ഷേ ഇപ്പോൾ CPM-ന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതൊരു 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അത് തിരിച്ചു പിടിക്കാം, അത് സേഫ് ആയിരിക്കും. പക്ഷെ പാല എന്തായാലും മാണി സി കാപ്പൻ വിട്ടുകൊടുക്കത്തില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജോസ് കെ മാണി പാലയ്ക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ നാടാണ്, KM മാണി നടന്ന മണ്ഡലമാണ് പാല. അപ്പൊ പാലയിലെ വിജയമാണ് ഈ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഷൗക്കത്തിന് എങ്ങനെയാണ് നിലമ്പൂർ ആര്യാടൻ മുഹമ്മദാണ് കൈവശം വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് മകൻ തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഷൗക്കത്തിന് വേറൊരു മണ്ഡലത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് ജോസ് കെ മാണിക്കും ആ മണ്ഡലവുമായിട്ടുള്ള വലിയ ബന്ധം. പക്ഷെ മാണി സി കാപ്പനോട്ട് മാറിക്കൊടുക്കുകയുമില്ല. അവിടെ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി തന്നെ വലിയൊരു അട്ടിമറിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പൊ ജോസ് കെ മാണി ഇത് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു വിലയിരുത്തലും കഴിഞ്ഞ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ ലീഗ് വലിയ ആധിപത്യം സ്ഥാപിച്ച് നിൽക്കുന്ന ഒരു മുന്നണിയാണ് UDF. CPI UDF അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ CPIക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന അക്കോമഡേഷൻ വേണ്ട തരത്തിലായിരിക്കത്തില്ല. ലീഗിന് താഴെ ഉള്ളൂ. ലീഗ് ആയിരിക്കും പ്രധാന ഘടകകക്ഷി. ലീഗ് ഉപമുഖ്യമന്ത്രി ഉണ്ടാകും. അതിനിടയിൽ കൂടെ CPI എന്ന് ആടി കൊടുത്താൽ ഒരു 2 മന്ത്രിസ്ഥാനം കൊടുക്കും, ഒരു 7-8 MLA മാർക്കും കൂടെ സീറ്റ് കൊടുക്കും. അല്ലാതൊന്നും കൊടുക്കത്തില്ല. പിന്നെ ജോസ് കെ മാണി ഇവരെല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? കോൺഗ്രസിന് സീറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് പോകത്തില്ലേ? അതൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ ജോസ് കെ മാണി ഇപ്പൊ പറയും UDF-ലേക്കില്ല, അവർ ചവിട്ടി പുറത്താക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് അവസരമുണ്ട്, നമുക്ക് ചർച്ച ചെയ്യാം. ജോസ് കെ മാണി പോകും. ഈ സുന്ദരിയായ പെൺകുട്ടിയല്ലേ അത്, ആരെ? കേരള കോൺഗ്രസ്. അപ്പം തീർച്ചയായിട്ടും പലരും ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കേരള കോൺഗ്രസ് സാരി ഉടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസ് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോയെന്നിരിക്കും. അല്ല, ചിലപ്പോൾ പോയെന്നിരിക്കും. മനസ്സലിഞ്ഞ് ചിലപ്പോൾ വലിയ കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ പോയെന്നിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.